ഹലോ, വെൽക്കം ടു ലേൺ നൗ. നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓംസ് ലോ, കിർച്ചോസ് വോൾട്ടേജ് ലോ, കിർച്ചോസ് കറന്റ് ലോ, ഈ മൂന്ന് ടോപ്പിക്കായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ കറന്റ് എ. തന്നിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ ഈ എ എന്ന് പറയുന്ന കറണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ട്രേഡ്സ്മാൻ ഒക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇതിൽ കറണ്ട് എ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്കറിയാം, Kirchhoff's current law എന്താ പറയുന്നത്? Kirchhoff's current law states that total current leaving the junction is equal to the total current entering the junction. ഇതൊരു ജംഗ്ഷൻ ആണെങ്കിൽ ഇതിൽ എത്രത്തോളം കറണ്ട് വരുന്നു എന്നുള്ളതും എത്രത്തോളം കറണ്ട് അവിടെ നിന്ന് പോകുന്നു എന്നുള്ളതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ വരുന്ന കറണ്ട് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 5 ആംപിയറും 10 ആംപിയറും ആണ് ജംഗ്ഷനിലേക്ക് വരുന്നുള്ളെങ്കിൽ ഇവിടെ ആകെ ഒരൊറ്റ ഔട്ട്സൈഡിലേക്ക് ആകെ ഒരൊറ്റ കറണ്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി 15 ആംപിയർ ആയിരിക്കും എന്ത് വരിക, ഈ പറയുന്ന എ എന്ന് പറയുന്ന കറണ്ട് വരും. ഇവിടെ കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് 5 ആംപിയറും 10 ആംപിയറും ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ സം ആയിരിക്കും അതിന് പുറത്തോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ കറണ്ട് എ എന്ന് പറയുന്നത് എത്രയാണ്? അത് 15 ആംപിയർ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Second question, what is the value of current if a 50 coulomb charge flows in a conductor over a period of 5 seconds? അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 5 സെക്കൻഡ് ആണ്. 5 സെക്കൻഡിലാണ് ഈ പറയുന്ന ഇത്രയും ചാർജ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ചാർജ് എന്ന് പറയുന്നത് 50 കൂളം എന്ന് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്താണ്? വാല്യൂ ഓഫ് കറണ്ട് ആണ്. കറണ്ടും അതിൽ കൂടെയുള്ള ചാർജും അതിൽ കൂടെയുള്ള ടൈമും തമ്മിലുള്ള റിലേഷൻ എന്താ? കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ചാർജസ് ആ ഒരു പെർട്ടിക്കുലർ കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ചാർജസ് ഒരു കണ്ടക്ടറിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 50 കൂളം ആണ്. ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 50 കൂളം ഡിവൈഡ് ബൈ 5 സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 50 ബൈ 5 ഈസ് ഈക്വൽ ടു 10 ആംപിയർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, KCL ഡീൽസ് വിത്ത് ദ കൺസർവേഷൻ ഓഫ്. KCL കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ്സ് കറന്റ് ലോയും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കൺസർവേഷൻ ഓഫ് സംതിങ് ആണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എന്താണ്? മൊമെന്റം ആണോ? മാസ് ആണോ? പൊട്ടൻഷ്യൽ എനർജി ആണോ? ചാർജ് ആണ്. കിർച്ചോഫ്സ് കറന്റ് ലോ കറണ്ടിലാണ്. കറണ്ട് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ചാർജ് നമ്മളിപ്പോൾ കണ്ടല്ലേ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അവിടെ എന്താ? കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് വിച്ച് ഡീൽസ് വിത്ത് ദ കൺസർവേഷൻ ഓഫ് എന്താണ്? അത് ഓപ്ഷൻ ഡി, ചാർജ് ആണ്. കിർച്ചോഫ്സ് കറന്റ് ലോ ഡീൽസ് വിത്ത് ദ കൺസർവേഷൻ ഓഫ് ചാർജ്. കിർച്ചോഫ്സ് കറന്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ചാർജ് എൻ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് ചാർജ് ലീവിങ് ദ ജംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഹെൻസ് ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ചാർജ്. കിർച്ചോഫ്സ് കറന്റ് ലോയിൽ എന്താ പറയണ? ഒരു ജംഗ്ഷനിൽ എൻ്റർ ചെയ്യുന്ന കറണ്ടിന്റെ അളവെന്ന് പറയുന്നതും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് ദ കൺസർവേഷൻ ഓഫ് ചാർജ്, കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത്. കിർച്ചോഫ്സ് കറന്റ് ലോ ഈസ് അപ്ലൈഡ് അറ്റ്. കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാ? ലൂപ്പിലാണോ? നോഡിലാണോ? അതോ ബോത്ത് ലൂപ്പ് ആൻഡ് നോഡാണോ? അതോ നൈദർ ലൂപ്പ് നോ നോഡാണോ? ലൂപ്പിലും അല്ല നോഡിലും അല്ല. എങ്ങനെയാണ് കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്? ആക്ച്വലി കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടല്ലോ, ഒരു പെർട്ടിക്കുലർ ജംഗ്ഷൻ വേണം അല്ലേ അവിടെ, അത് നോഡാണ്. അപ്പോൾ കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? നോഡിലാണ്. Kirchhoff's current law states that the amount of charge leaving the a node is equal to the amount of charge entering the node. Hence it is applied at nodes. അപ്പോൾ നമ്മൾ പറഞ്ഞ തന്നെ ജംഗ്ഷൻ വരെ നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ Kirchhoff's current law എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? നോഡിലാണ്. Fifth question, Kirchhoff's current law can be applied for. Kirchhoff's current law എന്ന് പറയുന്നത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യും? ഏത് തരം നെറ്റ്വർക്സിലാണ് അപ്ലൈ ചെയ്യുന്നത്? പ്ലാനാർ നെറ്റ്വർക്സിലാണോ? നോൺ പ്ലാനാർ നെറ്റ്വർക്സിലാണോ? ബോത്ത് പ്ലാനർ ആൻഡ് നോൺ പ്ലാനർ നെറ്റ്വർക്സിലാണോ? അതോ നൈദർ പ്ലാനർ നോർ നോൺ പ്ലാനർ നെറ്റ്വർക്സിലാണോ? കിർച്ചോഫ്സ് കറന്റ് ലോ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്സിലും
പറ്റും. ബോത്ത് പ്ലാനാർ നെറ്റ്വർക്ക്സിലും അതുപോലെ തന്നെ നോൺ പ്ലാനാർ ആയിട്ടുള്ള നെറ്റ്വർക്ക്സിലും കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് നോഡ്സിലാണ്. നെറ്റ്വർക്കിലെ പല നോഡുകളിലാണ്. അത് പ്ലാനാർ ആയാലും നോൺ പ്ലാനാർ ആയാലും നമുക്ക് എന്താണ് അപ്ലിക്കബിൾ ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോ. 6th question. What is the value of current I? ഈ I ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട്. ഈ ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂല്ലേ, എൻ്ററിങ്ങും ലീവിങ്ങും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് ഇത് ഐ എന്ന് പറയുന്ന അകത്തോട്ട് വരുന്നതാ. 5 ആംപിയർ പുറത്തേക്ക് പോകുന്നുണ്ട്, 4 ആംപിയർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് അകത്തോട്ടാണ്, ഇത് പുറത്തോട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ അകത്തോട്ട് വരുന്ന പുറത്തോട്ട് പോകുന്നതും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അകത്തോട്ട് ഇതൊന്നും അകത്തോട്ടുണ്ട്, ഇതൊന്നും അകത്തോട്ടുണ്ട്. അപ്പോൾ 3 + I അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു പുറത്തോട്ട് ആയിരിക്കാം 2 പോകുന്നുണ്ട്, 5 പോകുന്നുണ്ട്, 4 പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് I കണ്ടുപിടിച്ചൂടെ. 5 4 9 2 11. അപ്പോൾ I ഈസ് ഈക്വൽ ടു എന്താണ് വരിക, 11 - 3. 11 - 3 എന്ന് പറയുന്നത് എത്രയാണ്, അത് 8 ആംപിയർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്ററിങ് ദ നോഡ് ഈസ് ഈക്വൽ ടു ലീവിങ് ദ നോഡ് എന്നുള്ള ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. What is the basic law that has to be followed in order to analyze the network? ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള ലോ ഏതിൻ്റെയാണ്? നെറ്റ്വർക്ക് അനാലിസിസിന് വേണ്ടിയിട്ട് കേട്ടോ, ഒരു സർക്യൂട്ട് അനാലിസിസിന് വേണ്ടിയിട്ട്, സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ബേസിക് ലോ ആരുടെയാണ്? ന്യൂട്ടൺസ് ലോസ് ആണോ എടുക്കേണ്ടത്, ഫാരഡേസ് ലോസ് ആണോ എടുക്കേണ്ടത്, ആംബിയേഴ്സ് ലോസ് ആണോ എടുക്കേണ്ടത്, കിർച്ചോഫ്സ് ലോ ആണോ എടുക്കേണ്ടത്? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സർക്യൂട്ടുകളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആരാ? അത് കിർച്ചോഫ്സിന്റെ ലോ ആണ്. കിർച്ചോഫ്സിന്റെ മെയിൻ ആയിട്ടുള്ള 2 ലോ ഉണ്ട്, കിർച്ചോഫ്സ് കറണ്ട് ലോയും അതുപോലെ തന്നെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഇത് രണ്ടെണ്ണമാണ് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലോസ്. 8th question. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇസ് അപ്ലൈഡ്. കിർച്ചോഫ്സ് കറണ്ട് ലോ നമ്മൾ പറഞ്ഞു നോഡ്സിലാണെന്ന് പറഞ്ഞു. അതുപോലെ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മെഷ് അനാലിസിസിലാണോ, നോഡൽ അനാലിസിസിലാണോ, ബോത്ത് മെഷ് ആൻഡ് നോഡൽ ആണോ, നൈദർ മെഷ് നോർ നോഡൽ ആണോ? ഓപ്ഷൻ എ. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് മെഷ് അനാലിസിസിലാണ്. മെഷ് അനാലിസിസ് എന്തിനു സഹായിക്കും? സർക്യൂട്ടിലുള്ള പലതരത്തിലുള്ള വോൾട്ടേജുകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി മെഷ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ IR പ്രോഡക്ട്സ് ഇൻ ദ സർക്യൂട്ട് വിച്ച് ഇസ് നത്തിങ് ബട്ട് KVL, അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. IR പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ ആ IR പ്രോഡക്ട്സിനെ എന്ത് ചെയ്യുന്നു, സർക്യൂട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെഷ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന എന്താ, അവിടെയുള്ള ഡിഫറെൻറ്റ് വോൾട്ടേജസ്, ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിലുള്ള ഡിഫറെൻറ്റ് വോൾട്ടേജസിൻ്റെയും അവിടെയുള്ള കറണ്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ പ്രൊഡക്ട്സിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയിൽ മെഷ് അനാലിസിസ് ചെയ്യുന്നത്. 9th question. What is the unit of measurement of current? കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണോ, വോൾട്ട് ആണോ, ഓം ആണോ, ആംപിയർ ആണോ? ഓപ്ഷൻ ഡി, ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. ദി യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ആംപിയർ ആണ്. 10th question. ഓംസ് ലോ ഫോർമുല ഈസ്. ഓംസ് ലോന്റെ ഫോർമുല എന്താണ് ഓംസ് ലോ? നമ്മുടെ മനസ്സിലേക്ക് ഓംസ് ലോ എന്ന് പറയുന്ന ഫോർമുല വേഗം ഓടി എത്തുന്നത് V/I = R എന്നുള്ളൊരു ഫോർമുലയാണ് അല്ലെ. ഇവിടെ ആ ഒരു ഫോർമുല കാണുന്നുണ്ടോ? V/I = R എന്ന് കരുതി അത് മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഓൾ ആർ കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾ ആർ കറക്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ V/I = R. അപ്പോൾ ഇതിൽ ഐയും വിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് V എങ്ങനെ കിട്ടും? V = എന്തായിരിക്കും? I × R ആയിരിക്കും അല്ലേ. ഈ I അങ്ങോട്ടേക്ക് പോകും. ഇനി R എന്ന് പറയുന്നത് നമുക്ക് പറയും. പിന്നെ I എന്ന് പറയുന്നത് എന്തായിരിക്കും? I എന്ന് പറയുന്നത് V/R ആയിരിക്കും. ഈ ഇക്വേഷൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ആർ കറക്റ്റ്. 11th question. When 500 voltage applied to a 2 kilo ohm resistor, then what will be the current according to Ohm's law? തന്നിരിക്കുന്നത് എന്താ? ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട്, അത് 500 വോൾട്ട് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഒരു റെസിസ്റ്റൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോ ഓം ആണ്. അങ്ങനെയെങ്കിൽ അതിൽ കൂടെയുള്ള കറണ്ട് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചു. ഇപ്പോൾ V/I =
ആറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കറണ്ട് ആണ്. അപ്പോൾ I is equal to എന്താ V by R ആണ് അല്ലേ? അതല്ല ഇക്വേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. V എന്ന് പറയുന്നത് 500ഉം R എന്ന് പറയുന്നത് 2 കിലോ ഓം ആണ്. 2 കിലോ എന്ന് പറയുമ്പോൾ അത് 10 ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അതേപോലെ ഇത് 2 വരും. അപ്പോൾ 1/4 വരും അല്ലേ? 1/4 വരും. 1/4ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.25 ആണ്. 0.25 ആംബിയർ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 12th question. What is the resistance dash of a bulb when draws 0.25 ampere from a 24 volt battery? അതായത് വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 24 വോൾട്ട് ആണ്. കറണ്ട് എന്ന് പറയുന്നത് 0.25 ആംബിയർ ആണ്. നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V by I is equal to ആണ് എന്തെന്ന് പറയുന്നത് R എന്ന് പറയുന്നത്. വിന്റെ വാല്യൂ 24 എന്ന് നമുക്കറിയാം. കറണ്ടിന്റെ വാല്യൂ 0.25 എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് 24 വരും, ഇത് 25/100 വരും അല്ലേ? ഇത് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ മുകളിലേക്ക് ഒരു ഇൻറ്റു 100 വരും. ഇത് നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 96 എന്ന ആൻസർ. 96 ഓം ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 13th question. യൂണിറ്റ് ഓഫ് കറണ്ട് നമ്മൾ പറഞ്ഞു. കറണ്ടിന്റെ യൂണിറ്റ് എന്താ? അത് ആംബിയർ ആണ്. ഓമും അല്ല, വോൾട്ടും അല്ല, സീമനും അല്ല. ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് അല്ലേ? അടുത്തത് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. സെയിം കാര്യമാണ്, അത് ഓം ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. യൂണിറ്റ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് സീമൻ അല്ല, അത് വോൾട്ട് ആണ്. യൂണിറ്റ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. 1 മില്ലി ആംബിയർ ഈസ് ഈക്വൽ ടു 1 മില്ലി ആംബിയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 1 മില്ലി ആംബിയർ എന്ന് പറയുമ്പോൾ ഒക്കെ ഇൻ ടേംസ് ഓഫ് മൈക്രോ ആംബിയറിലേക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 1 മില്ലി ആംബിയർ എന്ന് പറയുമ്പോൾ 1 × 10⁻³ ആണ് അല്ലേ? 1 × 10⁻³ ആണ്. അപ്പോൾ ഇതിൽ 1000 മൈക്രോ, അതായത് മൈക്രോ എന്ന് പറയുന്നത് × 10⁻6 ആണ്. ഇത് × 10⁻6 കിട്ടണമെന്നുണ്ടെങ്കിൽ × 10⁻3 ഡിവൈഡ് ബൈ 10⁻3 നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് വരും? ഇത് വീണ്ടും 10⁻3 മുകളിലേക്ക് വരും. അപ്പോൾ 10⁻6 കിട്ടും. പിന്നെ അവിടെ എന്ത് കിട്ടും? ഒരു 10 ക്യൂബ് കിട്ടും അല്ലേ? അപ്പോൾ 10 ക്യൂബ് എന്ന് പറയുന്നത് 1000. അപ്പോൾ 1000 ഇത് മൈക്രോ ആണ് അല്ലേ? അപ്പോൾ 1000 മൈക്രോ ആംബിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 17th question. Kirchhoff's voltage laws are not applicable to circuits with. Kirchhoff's voltage law എന്ന് പറയുന്നത് ഏത് സർക്യൂട്ടിലാണ് അപ്ലിക്കബിൾ അല്ലാത്തത്? ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സിലാണോ, ലംപ്ഡ് പാരാമീറ്റേഴ്സിലാണോ, പാസീവ് എലമെന്റ്സിലാണോ, നോൺ ലീനിയർ റെസിസ്റ്റൻസിലാണോ? ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സിലാണ് Kirchhoff's voltage law എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ലാത്തത്. ബാക്കിയുള്ളതൊക്കെ അത് അപ്ലിക്കബിൾ ആണ്. 18th question. The algebraic sum of voltages in any closed path of a network is equal to. ഏതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിലെയും ടോട്ടൽ വോൾട്ടേജിന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഓപ്ഷൻ ബി 0 ആയിരിക്കും അല്ലേ? നമ്മൾ അത് എന്തിന്റെ ഡെഫിനിഷനാണ്? Kirchhoff's voltage lawന്റെ ഡെഫിനിഷനാണ് അല്ലേ? Kirchhoff's voltage law is concerned with. Kirchhoff's voltage law എന്ന് പറയുന്നത് താഴത്ത് മതിക്കുന്നതിൽ എന്തൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? IR ഡ്രോപ്പ് വരുമോ, ബാറ്ററി EMF വരുമോ, ജംഗ്ഷൻ വോൾട്ടേജ് വരുമോ, അത് ബോത്ത് A and B ആണോ? നമ്മൾ പറഞ്ഞു വോൾട്ടേജിന്റെയും IR ഡ്രോപ്പിന്റെയും കോമ്പിനേഷൻ ആണ് Kirchhoff's voltage lawയിൽ വരിക. അപ്പോൾ IR ഡ്രോപ്പും വരും, ബാറ്ററി EMF വരും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kirchhoff's current law at a junction deals with. നമ്മൾ പറഞ്ഞു മറ്റൊരു രീതിയിൽ ചോദിക്കുന്നു. അപ്പോൾ Kirchhoff's current law എന്ന് പറയുന്നത് ജംഗ്ഷൻ എന്താണ്? അത് കൺസർവേഷൻ ഓഫ് എനർജി ആണോ, കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണോ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണോ, കൺസർവേഷൻ ഓഫ് ചാർജ് ആണോ? Kirchhoff's current law എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഓപ്ഷൻ ഡി ആണ്. Kirchhoff's voltage laws are not applicable to. താഴെ തന്നിരിക്കുന്നത് Kirchhoff's voltage law applicable അല്ലാത്തത് ഏതാണ്? അത് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സിലാണ്. Kirchhoff's voltage law is known as. Kirchhoff's voltage law എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണോ, എനർജി ആണോ, ബോത്ത് ആണോ? കൺസർവേഷൻ ഓഫ് എനർജി ആണ്. Kirchhoff's voltage law എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Kirchhoff's law is applicable to. Kirchhoff's law എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആയിരിക്കുന്നത് എവിടെയാ?
പാസീവ് നെറ്റ്വർക്സിലാണോ, AC നെറ്റ്വർക്സിലാണോ, DC നെറ്റ്വർക്സിലാണോ, അതോ എല്ലാ ബോത്ത് AC ആൻഡ് DC നെറ്റ്വർക്സിലാണോ കിർച്ചോഫ്സ് ലോസ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആയിരിക്കുന്നത്? AC സർക്യൂട്ട്സിലും DC സർക്യൂട്ട്സിലും ആര് അപ്ലിക്കബിൾ ആണ്? ഈ പറയുന്ന കിർച്ചോഫ്സ് ലോ അപ്ലിക്കബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കിർച്ചോഫ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ആർ റെസ്പെക്റ്റീവ്ലി ബേസ്ഡ് ഓൺ കൺസർവേഷൻ. കിർച്ചോഫ്സിന്റെ ആദ്യത്തെ നിയമവും കിർച്ചോഫ്സിന്റെ രണ്ടാമത്തെ നിയമവും എന്തിന്റെ കൺസർവേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിച്ച് ഇസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ എന്താണെന്ന് അറിയണം, കിർച്ചോഫ്സ് സെക്കൻഡ് ലോ എന്താണെന്ന് അറിയണം. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ആണ് KCL എന്ന് പറയുന്നത്, കിർച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ ആണ് KVL എന്ന് പറയുന്നത്. നമുക്കറിയാം KCL എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്, KVL എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. അപ്പോൾ കിർച്ചോഫ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ആർ റെസ്പെക്റ്റീവ്ലി ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് എനർജി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. According to KCL as applied to a junction in a network of conductors. KCL അനുസരിച്ചിട്ട് എന്താണ് താഴെ നൽകുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് ചോദിക്കണം. ടോട്ടൽ സം ഓഫ് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ 0 എന്നാണോ? നോ കറന്റ് ക്യാൻ ലീവ് ദ ജംഗ്ഷൻ വിത്തൗട്ട് സം കറന്റ് എൻ്ററിംഗ് ഇറ്റ് ആണോ? നെറ്റ് കറന്റ് ഫ്ലോ അറ്റ് ദ ജംഗ്ഷൻ ഈസ് പോസിറ്റീവ് എന്നാണോ? ആൾജിബ്രിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്നാണ്. ആൾജിബ്രിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ തൊട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഞാൻ ഇങ്ങനെ രണ്ട് നമ്പർ തന്നിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റൈറ്റ് സൈഡിലുള്ളതിനെയൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് അതിനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു KCL ആസ് അപ്ലൈഡ് ടു എ ജംഗ്ഷൻ ഇൻ എ നെറ്റ്വർക്ക് ഓഫ് കണ്ടക്ടേഴ്സ്, algebraic sum of the currents meeting at the junction is 0. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു, അപ്പോൾ എത്രയും വേഗം ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ വേഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ട് ഇടും. ഓക്കെ, താങ്ക് യു.